ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ടെമ്പിൾ വ്ളോഗാണ്. ഇന്ന് ഞങ്ങളുടെ അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം കേട്ടോ. പിന്നെ അവിടെ ഒരു സ്പെഷ്യാലിറ്റി കേട്ടോ, ഇന്ന് തിരുവാതിരയും കൂടെ ആണല്ലോ. അപ്പം ഞാനിന്ന് ഈ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് പോകുന്നത് അമ്പലത്തിലോട്ടാണേ, കൂടെ നിങ്ങളും. അപ്പോൾ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്? ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച ഇതെൻ്റെ മോളാണ്, ഇഹ എന്നാട്ടോ പേര്. അപ്പോൾ അവൾ നിങ്ങളോട് ഹായ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് വെട്ടിക്കാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കേട്ടോ. കൊടുങ്ങൂരാണ് ഇത് വരുന്നത്, കൊടുങ്ങൂർ വാഴൂർ കേട്ടോ. അപ്പം ഇതെൻ്റെ ആൻറ്റിയാണേ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പം നടക്കും കേട്ടോ. റോഡ് പണി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിലാണ് നമ്മൾ വന്നത്. അതുകൊണ്ട് ഇന്ന് തിരക്കൊക്കെ വളരെ കുറവാണ്. ഇത് ഉള്ളിലേക്കാണ് ഈ ക്ഷേത്രമേ, അപ്പം അധികം ആൾക്കാരില്ല. അപ്പം ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് തിരുവാതിര കളിയുണ്ട്, പിന്നെ ഉത്സവമാണല്ലോ, അപ്പം മറ്റുള്ള പരിപാടികളും ഉണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മഹാദേവൻ്റെ ക്ഷേത്രവും കൂടിയാണ്. രണ്ട് പ്രതിഷ്ഠയാണ്, അയ്യപ്പൻ്റെയും മഹാദേവനും. അപ്പം അയ്യപ്പൻ്റെ അവിടെയാണ് കൊടി ഉള്ളത് കേട്ടോ, അതായത് കൊടിയേറ്റ് അയ്യപ്പൻ്റെ അവിടെയാണുള്ളത്. ശിവൻ്റെ അവിടെ കൊടിയേറ്റില്ല കേട്ടോ. അപ്പം പക്ഷേ ശിവനും പ്രാധാന്യമുണ്ട് ഈ ക്ഷേത്രത്തിൽ. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഒരു പടി മുമ്പിൽ അയ്യപ്പനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. അതുകൊണ്ട് ഇവിടെ മഹാദേവൻ ഉള്ളത് കൊണ്ട് തിരുവാതിരയൊക്കെ ഉണ്ട്, പിന്നെ തിരുവാതിര പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് തിരുവാതിര കളിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് അറിയാവുന്ന 2-3 പേരുണ്ട് കേട്ടോ. ഒന്ന് എനിക്കറിയാവുന്ന ഒരു ടീച്ചറുണ്ട്, അതായത് ടീച്ചറോട് ഞാൻ നല്ല കമ്പനിയായിരുന്നേ. ഹൈസ്കൂളിലായിരുന്നു, SVRV NSS സ്കൂളിലായിരുന്നു കേട്ടോ. പക്ഷെ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ റെഡ് ക്രോസിലും അങ്ങനെയുള്ളതിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ടീച്ചറാണ് അതിൻ്റെ കോർഡിനേറ്ററും കാര്യങ്ങളും ഒക്കെ കേട്ടോ. എനിക്ക് പിന്നെ എപ്പം എവിടെ വെച്ച് കണ്ടാലും ഇപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരു ടീച്ചറാട്ടോ. ഇപ്പോൾ ടീച്ചറുണ്ട്, പിന്നെ ഒരു ചേച്ചി, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ്. പിന്നെ എൻ്റെ ഡ്രൈവിംഗ് സ്കൂളിലെ ഒരു ചേച്ചിയുണ്ട് കേട്ടോ. അപ്പം ഇവരെയൊക്കെ ഞാൻ കണ്ടു. അതിൽ നിന്ന് ഞാൻ പാട്ട് ഇതിൻ്റെ അകത്ത് കേൾപ്പിക്കുന്നില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പം എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കാരണം ഞാനിന്ന് അപ്രതീക്ഷിതമായിട്ട് കേട്ടോ ഈ അമ്പലത്തിൽ ഞങ്ങളിന്ന് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് കൊടുങ്ങൂർ ദേവീക്ഷേത്രമാണ് ഉള്ളത്. അതായത് നിങ്ങൾ പലപ്പോഴും ഷോർട്സിൻ്റെ അകത്തൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തെക്കുറിച്ച്. അപ്പോൾ അത് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കേട്ടോ. ഇതെൻ്റെ ആൻറ്റിയാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ ആ സ്റ്റെപ്പിൻ്റെ അവിടെയാണ് ഇരുന്നത്. സ്റ്റെപ്പയിലാണ് നമുക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ. പിന്നെ ഇത് എൻ്റെ കുട്ടിയാണ് ഇഹ, ഇത് എൻ്റെ അമ്മ കേട്ടോ. അപ്പം ജസ്റ്റ് അവരെയും കൂടെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയതാണ്. പിന്നെ ഇവൾക്ക് പിന്നെ വീഡിയോയും ഫോട്ടോയും ഒക്കെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, പോസ് ചെയ്തോളും കേട്ടോ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ. വെച്ചുവാണിക്കടകളുണ്ട് കേട്ടോ, 1-2 ഉള്ളൂ, ഒരുപാടൊന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ അധികം തിരക്കൊന്നുമില്ല. ഇപ്പം റോഡ് പണി ആയതുകൊണ്ട് വണ്ടിയൊന്നും ഇപ്പോഴാണ് കടത്തി വിടാൻ തുടങ്ങിയത്. ബസ്സൊന്നും പോകത്തില്ല, കാറ് പോകും. സ്കൂട്ടറും പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്, കാരണം ഫുള്ള് കല്ലുകൾ ടാർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ പോയാൽ വീഴും, പണി കിട്ടും. അപ്പം അതുകൊണ്ട് അങ്ങനെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. കാറൊക്കെ ആണെങ്കിൽ പോകാൻ പറ്റുമേ. ബസ് സർവീസ് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നേ. അതുകൊണ്ട് കടകളുമില്ല, കാരണം അവർക്ക് നഷ്ടമായിരിക്കുമല്ലോ. അപ്പം ഒരു കടയുള്ളൂ. സാധാരണ ഇവിടെ 2-3 കടയൊക്കെ കാണും കേട്ടോ. ഒരുപാട് കടയൊന്നും വരാറില്ല അങ്ങനെ പൊതുവേ, കാരണം ഇത് ഉള്ള ഏരിയയിലാണ്. അപ്പം എല്ലാവർക്കും ബസ്സിലൊക്കെ വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മുടെ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിൽ അങ്ങനെയല്ല കേട്ടോ. കൊടുങ്ങൂർ എല്ലാവർക്കും റീച്ചബിളാണ്, എല്ലാവർക്കും വരാൻ പറ്റും. അത് നല്ല തിരക്കുണ്ട് കേട്ടോ. അവിടുത്തെ പൂരമാണ് കേട്ടോ കൊടുങ്ങൂർ. അതിന് മാർച്ചിലൊക്കെയാണ് പൂരം വരാൻ പോകുന്നത്, മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാട്ടോ. അത് നമ്മൾ ഗെയിമോ ആക്കും കേട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. വരുമ്പം ഞാൻ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു വെയിറ്റിംഗ് വീഡിയോ കേട്ടോ. നല്ല രസമാണ്. 10 ദിവസമായിട്ട് നമ്മുടെ അവിടുത്തെ ഉത്സവം. ഇവിടെ ഇതിപ്പോൾ 7 ദിവസമാണ് ഉത്സവം വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് വെച്ചുവാണിക്കടയൊക്കെ കാണുമ്പം ഇപ്പം ഒരു ക്രേസും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേന് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടി പോയായിരുന്നേ. അപ്പോഴത്തേന് കുറേ കുപ്പിവളകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുപ്പിവളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇടാനായിട്ട്. പക്ഷേ വാങ്ങിച്ച് വെക്കുന്നതല്ലാതെ ഞാൻ അങ്ങനെ വലുതായിട്ട് യൂസ് ചെയ്യാറില്ല. പ്രഗ്നൻസിയൊക്കെ ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കുപ്പിവള ഇടാനായിട്ട്. അങ്ങനെ എൻ്റെ ആൻറ്റി, ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഈ ആൻറ്റി എനിക്ക് വാങ്ങിച്ചു തന്നത് കേട്ടോ. ഒരു റെഡും ഗ്രീനും കളറുള്ള കുറച്ച് വള. കുറച്ച് ദിവസമൊക്കെ ഇട്ടു. ആദ്യമൊക്കെ വലിയ എക്സ്പ്രഷനായിരുന്നു വളയൊക്കെ ഇട്ടിട്ട് കേട്ടോ. പിന്നെ കുറേ എണ്ണം പൊട്ടിപ്പോയി. പിന്നെ കുട്ടിയൊക്കെ ആയതിനു ശേഷം ഞാൻ അങ്ങനെ ഇടാറില്ല, കാരണം അവളുടെ കയ്യെ കൊണ്ടാലോ എന്നൊക്കെ ഓർത്ത്.
പിന്നെ എനിക്കങ്ങനെ വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്രൈസുണ്ട്, ഇടും, പക്ഷെ വല്ലപ്പോഴും ഒക്കെ അത്രേ ഉള്ളൂ കേട്ടോ. വാങ്ങിച്ച് വെക്കണം എന്നേ ഉള്ളൂ, പെട്ടിക്കകത്ത് അടച്ച് പൂട്ടി വെക്കണം എന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെയൊക്കെ കാലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കത്തില്ലേ, സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണെങ്കിൽ എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു കുപ്പിവളയോട്. ഞാനൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ നമ്മുടെ താഴെ ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവെല്ലിന് ബ്രേക്കിൽ, ഇൻ്റർവെൽ എന്നല്ല പറയും, ഇൻ്റർവെല്ലിന് നമ്മൾ പോയി ഇടയ്ക്കൊക്കെ വാങ്ങുമായിരുന്നു കുപ്പിവളയൊക്കെ. അതും ഒരുപാടൊന്നുമല്ല കേട്ടോ, 1 2 ഉണ്ട്. അന്നൊക്കെ ഇതിന് ഭയങ്കര പൈസ കുറവല്ലേ, 2 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരെണ്ണത്തിന്. 1 രൂപയുടെയുണ്ട്, 2 രൂപയുടെയുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര മെമ്മറീസ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം വലുതായതിനു ശേഷം കുപ്പിവള അങ്ങനത്തെ ഇതിനോടൊന്നും ഒരുപാട് ക്രേസൊന്നും ഇല്ല. മറ്റേ മുത്തുമാല അതൊക്കെ ഇല്ലേ, ഞാനാണ് നെയിൽ പോളിഷ്, മുത്തുമാല എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും മേടിക്കുമായിരുന്നു. വെച്ചുവാണിക്കടയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് കേട്ടോ. അത് പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു ത്വരയുള്ളൂ, അല്ലാതെ പോയി വാങ്ങത്തൊന്നുമില്ല കേട്ടോ. അപ്പം എൻ്റെ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ ദിവസങ്ങളൊന്നും മേടിച്ച് തരാറില്ല. എല്ലാം അമ്മ പറയുന്നത് ലാസ്റ്റ് ദിവസമായിട്ടെന്ന് പറയും. ചിലപ്പോൾ ലാസ്റ്റ് ദിവസം നോക്കുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇവിടെ വില കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്താലും അവർ കുറയ്ക്കത്തൊന്നുമില്ല. പിന്നെ അപ്പം അമ്മയുടെ ഡയലോഗ് എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ഇവർ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കട കാണുമല്ലോ, ആ ടൈമിലാണ് നമ്മൾ പണ്ടൊക്കെ പാത്രം മേടിയിരും പരിപാടികളൊക്കെ, അപ്പം വാങ്ങിച്ചു തരാമെന്ന് പറയും. കാരണം അമ്മയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അപ്പം വില കുറയുമല്ലോ എന്ന് വിചാരിച്ച് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ഭയങ്കര അലമ്പായിരിക്കും. ഞാനും അനിയത്തിയുണ്ട് കേട്ടോ, നമ്മൾ ചെറുപ്പത്തിൽ. അപ്പം നമുക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഞാനൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് ദിവസം ഈ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്ക് പരിപാടി കാണാനല്ല അപ്പോഴത്തെ ഉദ്ദേശം, ഡെയിലി പോകുക. പക്ഷേ ഞങ്ങൾ ഡെയിലി ഒന്നും വാങ്ങിച്ചു തരത്തില്ല, എന്നാലും പോയി നോക്കലായിരുന്നു മെയിൻ പരിപാടി. പിന്നെ ഇവിടുത്തെ കൊടുങ്ങൂരമ്പലത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ പൂരത്തിൻ്റെ അന്ന് മറ്റേ കാവടിയാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ശാസ്താംകാവയാണ്. ഇവിടെ അങ്ങനത്തെ ഇതൊന്നും ഉത്സവത്തിൻ്റെ ടൈമിലില്ല കേട്ടോ. ഇവിടുത്തെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഡേ എന്ന് പറയുന്നത് ഈ അമ്പലത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേ, ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേ എന്ന് പറയുന്നതാണ്. ഇനി തിങ്കളാഴ്ചയുണ്ട് കേട്ടോ, പള്ളിവെട്ട ദിവസം, ചൊവ്വാഴ്ച ആറാട്ട്, അതോടുകൂടി ഇത് തീരും കേട്ടോ, ഉത്സവം തീരും. അപ്പോൾ തിങ്കളാഴ്ച അത്യാവശ്യം ആൾക്കാരൊക്കെ കാണും, കാരണം കാഴ്ച ശീവേലിയാണ്. അപ്പം 2 3 4 5 ആന കാണുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ 5 ആനയൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഓരോ ടൈമിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഞാനങ്ങനെ പറ്റുമ്പോൾ ഒക്കെ പോകും, ചിലപ്പം പോകാൻ പറ്റാറുമില്ല. അപ്പം 5 ആനയൊക്കെ കാണും. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ഇമ്പോർട്ടൻസാണ്. അപ്പോൾ അന്നൊക്കെയാണ് നമ്മളിവിടെ വന്ന് പർച്ചേസിങ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ആറാട്ടിൻ്റെ ഇവിടെ പരിപാടിയൊന്നുമില്ല, ആറാട്ട് എതിരേൽപ്പും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. പക്ഷേ ശീവേലി അടിപൊളിയാണ്, ഞാൻ പോകാൻ പറ്റുവാണെങ്കിൽ വീഡിയോ ചെയ്യാവേ ശീവേലിയുടെയൊക്കെ. അങ്ങനെയൊക്കെയാണ് ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ. അപ്പം നിങ്ങളുടെ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് ആണോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്നെപ്പോലെ ഇങ്ങനെ വള മാല അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നോ? അതിഷ്ടമില്ലാത്ത പെൺകുട്ടികൾ കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്നാലും ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ, നിങ്ങളുടെയൊക്കെ ചൈൽഡ്ഹുഡ് ചെറുപ്പത്തിലെയൊക്കെ മെമ്മറീസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. എനിക്കെന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര ക്രേസാണ്. ഇപ്പോൾ എൻ്റെ കൊച്ചിനും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അവൾക്കിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞതുള്ളതുകൊണ്ട് എല്ലാം വേണമെന്നൊന്നും ഇപ്പോൾ പറയത്തില്ല, ജസ്റ്റ് ചൂണ്ടിക്കാണിക്കും, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ബായ്.